നിലമ്പൂർ നിയമസഭാ സീറ്റിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷവും മത്സരിക്കാൻ താൽപര്യമില്ലാത്ത രീതിയിലായിരുന്നു ബി.ജെ.പി. നേതൃത്വത്തിന്റെ പ്രതികരണം. അനാവശ്യമായ തിരഞ്ഞെടുപ്പാണെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ പ്രതികരണം. പിന്നാലെ സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിജയസാധ്യത ഇല്ലെങ്കിലും വെറും 3 വർഷം കൊണ്ട് 207% വോട്ട് വർദ്ധിപ്പിച്ച നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ താൽപര്യം കാണിക്കാത്തത് അണികളിൽ പോലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ 6 വർഷമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധീകരിക്കുന്നതിലൂടെ രാജ്യശ്രദ്ധ നേടിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ എന്നതും ബി.ജെ.പിയുടെ മത്സരത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആദ്യമായി മത്സരിച്ച 1982 ശേഷം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഒരു തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും എൻ.ഡി.എക്ക് വേണ്ടി ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ് വന്നത്. 2016 മാത്രമാണ് ഇവിടെ ബി.ഡി.ജെ.എസ് മത്സരിച്ചത്. 1982 ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ച ഗോപാലകൃഷ്ണൻ താളൂരിന് ലഭിച്ചത് 1442 വോട്ടുകൾ. 1987 വാസുദേവൻ മാസ്റ്റർ 3476 വോട്ടുകൾ. 1991 പി അച്യുതൻ 3876 വോട്ടുകൾ. 1996 കെ സോമസുന്ദരൻ 3546 വോട്ടുകൾ. 2001 പ്രേംനാഥ് 6061 വോട്ടുകൾ. 2006 കെ പ്രഭാകരൻ 3120 വോട്ടുകൾ. 2011 കെ സി വേലായുധൻ 4425 വോട്ടുകൾ എന്നിങ്ങനെയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ വോട്ടുനില. 2016 സീറ്റ് സഖ്യകക്ഷിയായ ബി.ഡി.ജെ.എസിന് നൽകി. അന്ന് മത്സരിച്ച ഗിരീഷ് മേക്കാട്ട് 12284 വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2021 വീണ്ടും ബി.ജെ.പി. സീറ്റ് ഏറ്റെടുത്തു. കെ അശോക് കുമാറിന് 8595 വോട്ടുകളാണ് നേടാനായത്. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യമെടുത്താൽ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂരിൽ 2019 തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചപ്പോൾ 10300 വോട്ടുകൾ ലഭിച്ചു. 2024 അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് ബി.ജെ.പി. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത്. 17500 വോട്ടുകളാണ് അന്ന് സുരേന്ദ്രൻ രാഹുലിനെതിരെ പിടിച്ചത്. 3 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത് 207% വോട്ട്. രാഹുൽ ഗാന്ധി രാജിവെച്ചതിനു പിന്നാലെ നടന്ന ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് നിലമ്പൂരിൽ ലഭിച്ചത് 13500 വോട്ടുകളാണ്. 2021 മലപ്പുറത്തെ തവനൂർ ബി.ഡി.ജെ.എസിന് കൈമാറി ബി.ജെ.പി. നിലമ്പൂർ വീണ്ടും ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ബി.ഡി.ജെ.എസ് 2016 നേടിയ വോട്ടിനേക്കാൾ 4000-ഓളം കുറവ് വോട്ട് മാത്രമാണ് നേടാനായത്. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സീറ്റ് ബി.ഡി.ജെ.എസിന് തന്നെ നൽകാൻ സംസ്ഥാന നേതൃത്വം ആലോചിച്ചത്. ഇനി നിലമ്പൂരിൽ താമര ചിഹ്നത്തിൽ തന്നെ മത്സരം വേണമെന്ന് കേന്ദ്ര നിർദ്ദേശം ഉണ്ടായാൽ നിലപാടിൽ മാറ്റം വരുത്തും. നിലമ്പൂരിൽ ബി.ജെ.പി. മത്സരിക്കേണ്ടെന്ന് ആദ്യഘട്ടത്തിൽ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് എൻ.ഡി.എ സഖ്യം പൂർണ്ണമായും മാറി നിൽക്കുന്നത് വോട്ട് മറിക്കാനാണ് എന്ന തരത്തിൽ ആരോപണം ഉയരുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് ബി.ഡി.ജെ.എസിന് സീറ്റ് തിരികെ നൽകാൻ ധാരണയായത്. എന്നാൽ ബി.ഡി.ജെ.എസും മത്സരിക്കാൻ താൽപര്യം കാണിച്ചില്ല. സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ ബി.ഡി.ജെ.എസിലും 2 അഭിപ്രായമാണുള്ളത്. ഇന്നലെ ചേർന്ന ഓൺലൈൻ കൗൺസിൽ യോഗത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഉയർന്നത്. ഇതേ തുടർന്ന് തീരുമാനമെടുക്കാൻ പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം സാമുദായിക ഘടനയിൽ മലപ്പുറം ജില്ലയുടെ മറ്റു മണ്ഡലങ്ങൾ പോലെ ഭൂരിപക്ഷം മുസ്ലിം സമുദായം തന്നെ ആണെങ്കിലും ഹിന്ദു ക്രിസ്തു മതവിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട്. ജില്ലയിൽ ഏറ്റവും അധികം ക്രൈസ്തവ വോട്ടർമാരുള്ള മണ്ഡലവും ഇത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ വഖഫ് നിയമം കൊണ്ടുവന്നതിന് ശേഷം സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ ബി.ജെ.പിയോടുള്ള സമീപനത്തിൽ മാറ്റം വന്നതായി സൂചനയുണ്ട്. എന്നാൽ അത് വോട്ടാകുമോ എന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരിൽ പ്രമുഖ ബി.ജെ.പി. നേതാക്കളുമുണ്ട്. ഇതിനു പുറമെ ദേശീയ തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എടുത്ത കോൺഗ്രസ് നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ വോട്ടിൽ പ്രതിഫലിക്കുമോ എന്നറിയാൻ ബി.ജെ.പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് കരുതുന്നവരുടെ എണ്ണം കുറവല്ല. ഇതിനിടയിൽ സ്വതന്ത്രരെ തേടിയും ബി.ജെ.പി. രംഗത്തിറങ്ങി. ബി.ഡി.ജെ.എസും പിൻവലിഞ്ഞതോടെയാണ് മത്സരിക്കാൻ സ്വതന്ത്രരെ തേടി ബി.ജെ.പി. രംഗത്തിറങ്ങിയത്.
PV അൻവർ രാജിവെച്ചതിനു പിന്നാലെ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയ DCC ജനറൽ സെക്രട്ടറിയും മലയോര മേഖലയിൽ നിന്നുള്ള മണിമൂഴി സ്വദേശിനിയുമായ അഡ്വക്കേറ്റ് ബീന ജോസഫുമായി സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാവ് MT രമേശ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മഞ്ചേരിയിൽ എത്തിയാണ് രമേശ് ബീന ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. BJP നേതാവുമായി ചർച്ച നടത്തിയ കാര്യം പിന്നീട് അവർ മാധ്യമങ്ങളോട് തുറന്നു സമ്മതിച്ചിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്നതിനിടെയാണ് രാഷ്ട്രീയം ചർച്ചയായതെന്നാണ് ബീന ജോസഫ് പറഞ്ഞത്. കൂടിക്കാഴ്ചയ്ക്കിടെ യാദൃശ്ചികമായാണ് MT രമേശ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറഞ്ഞത്. കുടുംബത്തോടും സഭയോടും പാർട്ടിക്കാരോടും ആലോചിക്കാതെ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ സാധിക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. MT രമേശുമായി സംസാരിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥി വിഷയത്തിൽ BJPയുമായി ചർച്ചയ്ക്ക് പോകില്ലെന്നും ബീന ജോസഫ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിലമ്പൂരിന്റെ വിധി കാത്തിരുന്നു തന്നെ കാണാം.